ഹലോ നമസ്കാരം. പ്രഹസനത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ 88ാമത്തെ ദിവസത്തിന്റെ റിവ്യൂ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇവിടെ ശ്രീജിത്ത് ആണ്. ഇവിടെ അമീറാണ്. തുടങ്ങിയല്ലോ. അത് തുടങ്ങാം. എന്തായാലും 88ാമത്തെ ദിവസം ഇത്രയും നമ്മൾ സ്ട്രോങ് ആയിട്ട് സംസാരിക്കുമ്പോൾ ഒരാളെ പറയാതെ പോകാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ അയാൾ തന്നെയാണ് മൊത്തം ഷോ കൊണ്ടുപോയത് അല്ലേ? 88ാമത്തെ ദിവസം അർജുൻ ഇതൊന്നും ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളിയായിരുന്നു. അർജുൻ എന്താണ് ആറാടുകയാണ് അല്ലെ? ആറാടുകയായിരുന്നു അല്ലെ നോറയായിട്ട്. വല്ലാത്തൊരു പരകായ പ്രവേശം. മറ്റേ ബോഗൻ സിനിമയില് അതുപോലെ മറ്റേ ജയൻ രവി മാറുന്നത് ഇതുണ്ടല്ലോ. ആ നമ്മുടെ വില്ലനും നായകനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങനെ പരകായ പ്രവേശം ഉണ്ടാകുന്ന ഒരു മൊമെന്റ് വന്ന പോലെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ ശ്രദ്ധിച്ച് നന്നായിട്ട് ഒബ്സർവ് ചെയ്തിട്ടാണ് അർജുൻ ചെയ്തത്. വളരെ അടിപൊളിയായിട്ട് ചെയ്തു. അത് എടുത്തു പറയേണ്ടത് ഈ പറയുന്ന പോലെ പുള്ളിക്ക് കിട്ടിയ ഡ്രസ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പുള്ളിക്ക് നല്ല ഹൈറ്റും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നോറയുടെ ഡ്രസ്സ് പാകമാകത്തില്ല. അപ്പൊ അതിനും വേണ്ടി ഈ പറയുന്ന വയറൊക്കെ കാണിച്ച് ഉള്ള നിപ്പായിരുന്നു. പുള്ളി ആകെ മൊത്തം ഒരു സ്കെൽറ്റ്, ഒരു ബോഡി, ഒരു നേച്ചറാണ്. അപ്പൊ അതുകൊണ്ടൊക്കെ ഇതെല്ലാം കൂടെ ഒത്തിണങ്ങി വരാൻ നേരത്ത് നല്ല രസമായിരുന്നു. ഭയങ്കര ക്യൂട്ടായിരുന്നു അല്ലേ മൊത്തത്തില്. അതിൽ വേറൊരു കാര്യമുള്ളതെന്ന് വെച്ചാലേ, ആ ഈ വേഷത്തിന്റെ ഇതൊന്നും അല്ല, പുള്ളിക്കാരൻ ഇത് ഇത്രയും നന്നായിട്ട് നോറയാണ് ഒബ്സർവ് ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പോഴാണ് മനസ്സിലായത്. അതായത് നോറ പാടിക്കൊണ്ട് നടക്കുന്ന പാട്ട് പാടുന്നു, അതേപോലെ ഈ എപ്പോഴും പറഞ്ഞ എപ്പിക് ഡയലോഗുകളൊന്നും നോറയുടെ ആ കാര്യം. ബ്രില്യന്റ് ആണ്, ടാലന്റ് ആണ്, കോൺഫിഡന്റ് ആണ്. ജനങ്ങൾക്ക് എന്നെ അറിയാം, എന്നെ ജനങ്ങൾക്കറിയാം. ക്യാമറ ഉള്ളിടത്ത് നോറയുണ്ട്, നോറ ഉള്ളിടത്ത് ക്യാമറ ഉണ്ട്. എന്നെ കളിയാക്കി പറഞ്ഞാണ്. എന്നെ ഒന്ന് കൺവെൻഷൻ റൂമിലേക്ക് വിളിക്കാമോ ബോസേ? ബിഗ് ബോസ് ഇതിനകത്തൊരു കഥാപാത്രമായിട്ട് സഹകരിക്കുകയും ചെയ്തു. അതെ അതെ, അത് നല്ല രസമായിരുന്നു. അതും നല്ല രസമായിരുന്നു. എന്തായാലും 88ാമത്തെ ദിവസത്തിലേക്ക് നമുക്ക് കടക്കാം അല്ലേ? അതെ അതെ. ഓക്കെ. 88ാമത്തെ ദിവസം ഒരു മോർണിംഗ് ആക്ടിവിറ്റി ഉണ്ടായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മോർണിംഗ് ആക്ടിവിറ്റി ആയിരുന്നു. കാര്യം വെച്ചാൽ ബിഗ് ബോസ് ഈ പറയുന്ന ഒരു ഷോ സീസൺ 6 ഒരു സിനിമ ആയിരുന്നെങ്കിൽ ആ സിനിമയിൽ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നതും അല്ലെങ്കിൽ അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാനും ആഗ്രഹിക്കുന്ന സീനുകൾ ഏതൊക്കെയായിരിക്കും, അല്ലെങ്കിൽ സാഹചര്യങ്ങൾ ഏതൊക്കെയായിരിക്കും എന്നുള്ള ചോദ്യമാണ് വന്നത്. അപ്പൊ അതിൽ ഓരോരുത്തരും ഓരോ രീതിക്ക് പറഞ്ഞു. നോറ പറഞ്ഞതെന്ന് വെച്ചാൽ, കാണാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ, പുള്ളിക്കാരി ഒരു ഡാൻസ് പെർഫോമൻസിന് മുന്നേ ആയിട്ട് ഒരു റിഹേഴ്സൽ പെർഫോമൻസ് നടത്തിയായിരുന്നു. അത് വീണ്ടും കാണാൻ ആഗ്രഹം ഉണ്ടെന്ന് പറയുന്നു. അതുപോലെ തന്നെ കാണാൻ സ്കിപ്പ് അടിക്കാൻ ആഗ്രഹിക്കുന്നത് കരയുന്ന ഒരു സിറ്റുവേഷൻ ആണെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് വേറൊരു പ്രസക്തമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, സ്കിപ്പിംഗ് ആയിരിക്കും. പിന്നെ അല്ല, സ്കിപ്പിംഗ് മാത്രമല്ല, ഇന്നത്തെ ദിവസം അവസാനം പുള്ളിക്കാരി കരഞ്ഞാണ് 88ാമത്തെ ദിവസം ക്ലോസ് ചെയ്ത് അവസാനിപ്പിക്കുന്നത് എന്നുള്ളത് മറ്റൊരു നഗ്ന സത്യമാണ്. ഈ സ്കിപ്പ് അടിക്കുന്നത് കരച്ചിലാണെന്ന് പറയുന്ന പുള്ളിക്കാരി തന്നെയാണ് ഇന്ന് അവസാനം കരയുന്നത്. പിന്നെ അതിനുശേഷം അർജുൻ പറയുന്നത് റിപ്പീറ്റ് അടിച്ച് കാണാൻ ആഗ്രഹിക്കുന്നത്, ലാലേട്ടൻ ഹഗ് ചെയ്തത് റിപ്പീറ്റ് അടിച്ച് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്കിപ്പ് അടിക്കാൻ താല്പര്യമുള്ളതെന്ന് വെച്ചാൽ മറ്റേ നമ്മുടെ റോക്കിയുടെയും സിജോയുടെയും ഇഷ്യൂ, അതൊരു ഭയങ്കര വേദനപ്പെടുത്തുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് അത് സ്കിപ്പ് അടിക്കും എന്നുള്ള രീതിക്കാണ് പറയുന്നത്. അതുപോലെ തന്നെ ജാസ്മിൻ റിപ്പീറ്റ് അടിച്ച് കാണാൻ ആഗ്രഹിക്കുന്നത് വെച്ചാൽ അർജുന്റെയും ജിൻഡോയുടെയും കുറച്ച് പെർഫോമൻസുകളുണ്ട്, അതിനെപ്പറ്റിയാണ് റിപ്പീറ്റ് അടിച്ച് കാണിക്കുന്നത്. അതുപോലെ തന്നെ സ്കിപ്പ് അടിക്കുന്നത് നമ്മുടെ ഗബ്രിച്ചായന്റെ എവിക്ഷൻ പ്രോസസ്സാണ് സ്കിപ്പ് അടിക്കുന്നതെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഋഷി റിപ്പീറ്റ് അടിച്ച് കാണുന്നതെന്ന് വെച്ചാൽ ഈ പറയുന്ന ഋഷിയും ജിൻഡോയും ജാസ്മിനുമായിട്ട് നടത്തിയ ഒരു സ്കിറ്റ് ഉണ്ട്, അത് റിപ്പീറ്റ് അടിച്ച് കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നുണ്ട്. സ്കിപ്പ് ചെയ്യുന്നത് അൻസിബത്താത്തയുടെ എവിക്ഷൻ പ്രോസസ്സാണ്. അതുപോലെ തന്നെ ജിൻഡോ സ്കിപ്പ് അടിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന ജാസ്മിനും ഒക്കെ ക്യാപ്റ്റൻസിക്ക് വേണ്ടി മത്സരിക്കുന്ന സമയത്ത് അർജുനും റസ്മിനും ഈ പറയുന്ന ജിൻഡോയും ഒരു പവർ ടീമിലായിട്ട് നിന്നായിരുന്നു. ആ സമയത്ത് ക്യാപ്റ്റനായിട്ടുള്ള ജാൻമോണി കാപ്പിയോ ചായയോ ചോദിച്ച് രാത്രി വന്ന സമയത്ത് പുള്ളിക്കാരൻ പറഞ്ഞു, പറയാനും വയ്യ പറയാതിരിക്കാനും വയ്യ, ചായ ഇടാനും പറയാനും വയ്യ. അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ പുള്ളിക്കാരൻ ഇങ്ങനെ സ്കിപ്പ് അടിക്കുമെന്ന് പറയുന്നുണ്ട്. അത് മാത്രമല്ല, അതിന്റെ ഭാഗമായിട്ട് ഫ്ലോർ ക്ലീൻ ചെയ്യുന്നതും അതിന്റെ ഭാഗമായിട്ട് തന്നെ റസ്മിൻ ഇങ്ങനെ ദേഷ്യപ്പെട്ട് മുട്ടയുടെ വേസ്റ്റൊക്കെ അവിടെ ഇട്ട് പുള്ളിക്കാരനെ കൊണ്ട് തുടപ്പിക്കുന്നതും തൂക്കുന്നതൊക്കെ സ്കിപ്പ് അടിക്കും എന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ റിപ്പീറ്റ് അടിച്ച് കാണുന്ന സംഭവം എന്ന് വെച്ചാൽ, വിഷു എപ്പിസോഡിൽ ലാലേട്ടൻ വരികയും പുള്ളിക്കാരൻ ഡാൻസ് ചെയ്ത് തിരിയുന്ന സമയത്ത് ലാലേട്ടൻ ഈ കൈ കൊണ്ട് ഫോട്ടോ എടുക്കുന്ന, താളവട്ടം സിനിമയിലെ ഫോട്ടോ എടുക്കുന്ന രീതിയിലുള്ള ഒരു ആക്ഷനിലൂടെ ഫോട്ടോ എടുക്കുന്നതും അത് ഭയങ്കര റിപ്പീറ്റ് അടിച്ച് കാണുന്ന ഒരു സംഭവമായിരിക്കും എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട്. അഭിഷേക് ശ്രീകുമാർ പറയുന്നതെന്ന് വെച്ചാൽ, അഭിഷേക് ചെയ്ത എല്ലാ ടാസ്കുകളും റിപ്പീറ്റ് അടിച്ച് കാണാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട്. സ്കിപ്പ് അടിക്കുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ പുള്ളി ചെയ്തിട്ടുള്ള ഡാൻസ് പെർഫോമൻസുകൾ തന്നെയാണ് മൊത്തത്തിൽ.
അതുപോലെ തന്നെ ശ്രീതു റിപ്പീറ്റ് അടിച്ച് കാണുന്നതെന്ന് വെച്ചാൽ ക്യാപ്റ്റൻസി വിജയിച്ച ആ ഒരു ഗെയിം കാണണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറയുന്നുണ്ട്. സ്കിപ്പ് അടിക്കുന്നത് ആദ്യം ഒരു ഡിബേറ്റ് ഒരു ടാസ്ക് നടന്നായിരുന്നു, അത് വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട്. പിന്നീട് സിജോയാണ്. സിജോ ഈ പറയുന്ന പോലെ സ്കിപ്പ് അടിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ പുറത്തു പോയ ആ ഒരു സിറ്റുവേഷൻ, റോക്കിയുമായിട്ട് നടന്ന ആ ഒരു സിറ്റുവേഷൻ ഓർക്കാൻ കൂടി ആഗ്രഹിക്കുന്നില്ല എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട്. അതുപോലെ തന്നെ റിപ്പീറ്റ് അടിച്ച് കാണാൻ ആഗ്രഹിക്കുന്ന സംഭവം എന്ന് വെച്ചാൽ തിരിച്ചു വരവ്. റോക്കിയുടെ ആ ഒരു പ്രശ്നങ്ങൾക്ക് ശേഷം തിരികെ വന്നല്ലോ, ആ ഒരു തിരികെ വരവും അതിനോടനുബന്ധിച്ച് നടത്തിയ തീപ്പൊരി പ്രസംഗവും അത് പുള്ളിക്കാരൻ വീണ്ടും വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള രീതിക്ക് തന്നെയാണ് പറയുന്നത്. പിന്നീട് നടന്നതാണ് ഈ പറയുന്ന പരകായ പ്രവേശം എന്ന് പറയുന്ന ആ ഒരു ടാസ്ക്. മറ്റൊരു വ്യക്തിയെ അനുകരിക്കണം. അതിപ്പം പറയുന്ന പോലെ കോസ്റ്റ്യൂം ആയാലും ഡയലോഗുകളായാലും ബാക്കിയുള്ള എല്ലാ സംഭവങ്ങളും അനുകരിക്കാം. അപ്പൊ അങ്ങനെ ഒരു ഇതായിരുന്നു. അതിൽ അർജുൻ നോറയായിട്ടാണ് അഭിനയിക്കുന്നത്, ജാസ്മിൻ സിജോ ആയിട്ട്, സിജോ ശ്രീതു ആയിട്ട്, ഋഷി ജിൻഡോ ആയിട്ട്, ജിൻഡോ ജാസ്മിൻ ആയിട്ട്, അഭിഷേക് ശ്രീകുമാർ ഋഷി ആയിട്ട്, ശ്രീതു അർജുനായിട്ട്, നോറ അഭിഷേക് ശ്രീകുമാറായിട്ട്. ഇത്തരത്തിലായിരുന്നു ഈ പറയുന്ന ആ ഒരു പരകായ പ്രവേശം എന്ന് പറയുന്നൊരു ടാസ്ക് നടന്നത്. നമ്മൾ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ അവര് ഏത് ക്യാരക്ടറാണോ ആ ക്യാരക്ടർ ആയിരിക്കും നമ്മൾ പറയുന്നത്. അതിൽ ജിൻഡോ പറയുന്നുണ്ട് ഈ പറയുന്ന എന്റെ ലൈറ്റർ കണ്ടോ എന്നുള്ള രീതിക്കൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ജാസ്മിൻ പറയുന്നത് വെച്ചാൽ നിങ്ങളെ ഇവിടെ ലൈറ്റർ ഒന്നും കണ്ടില്ല എന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട്. പിന്നീട് നോറ പറയുന്നതെന്ന് വെച്ചാൽ ജനങ്ങൾക്കറിയാം നോറ എന്തുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്, ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം എന്നൊക്കെ ഉള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അപ്പോ അഭിഷേക് ശ്രീകുമാർ പറയുന്നത് വെച്ചാൽ ജാസ്മിനുമായി നോറയ്ക്ക് പണ്ട് ഏകദേശം 10 കൊല്ലത്തെ പരിചയമില്ലേ എന്നുള്ള രീതിയിൽ നോറേനെ ഇങ്ങനെ കളിയാക്കുന്നുണ്ട്. അപ്പൊ സിജോ പറയുന്നതെന്ന് വെച്ചാൽ നോറയോട് മോൻ എന്ത് സംഭാവനയാണ് നോറയുടെ അടുത്ത് ചോദിക്കുകയാണ്, മോൻ എന്ത് സംഭാവനയാണ് ജനങ്ങൾക്ക് കൊടുത്തത്, മോൻ ഇവിടെ കരയുന്നതല്ലാതെ എന്താണ് കൊടുക്കുന്നത് എന്നുള്ള രീതിക്ക് ചോദിക്കുന്നുണ്ട്. അപ്പൊ നോറ തന്നെ പറയുന്നതെന്ന് വെച്ചാൽ ജാസ്മിൻ ഒരു ഇൻഡിവിജ്വൽ പ്ലെയർ അല്ല. ജാസ്മിൻ തന്നെ അപ്പൊ പറയുന്നുണ്ട്. അപ്പൊ ആ ടൈമിൽ കൈപിടിച്ച് പുറത്താക്കുന്നുണ്ട് ദേഷ്യപ്പെട്ട്, ഏത് നോറേന. അപ്പോ പുള്ളിക്കാരി ഇങ്ങനെ നോറ കിടന്ന് കരയുന്നുണ്ട്. കരയുക മാത്രമല്ല, സ്ഥിരം ഡയലോഗുകളുണ്ടല്ലോ, എനിക്ക് കൺഫെഷൻ റൂമിൽ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ബിഗ് ബോസിന്റെ അടുത്ത് കിടന്ന് വിളിക്കുന്നുണ്ട്. പിന്നീട് ഈ പറഞ്ഞ പോലെ ജിൻഡോയും ഈ പറയുന്ന ഋഷിയും തമ്മിലൊക്കെ ഉള്ള സംസാരമാണ്. അതിൽ ഈ പറയുന്ന ജിൻഡോ പറയുന്നത് വെച്ചാൽ നിങ്ങൾ എന്റെ നമ്പർ കൈമാറിയില്ലേ എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട്. അപ്പോൾ ജാസ്മിൻ പറയുന്നത് വെച്ചാല് എന്തിനാണ് ഇങ്ങനെ പുറത്ത് കിടന്ന് കരയുന്നത് അതുപോലെ തന്നെ ജിൻഡോയെ പിടിച്ച് പുറത്താക്കുക എന്നുള്ള രീതിക്ക് ജാസ്മിൻ പറയുന്നുണ്ട്. അപ്പൊ ജിൻഡോ പറയുന്നത് വെച്ചാൽ നീ കാരണം നല്ലൊരു അവസരമാണ് ഗബ്രിക്ക് നഷ്ടമായത് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട്. അപ്പൊ ജാസ്മിൻ ഇങ്ങനെ അലറി കരയുന്നുണ്ട്. അപ്പൊ ജിൻഡോ തന്നെ പറയുന്നുണ്ട്, നീ ആ പാവത്തിനെ പറ്റിച്ചില്ലേടി എന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട്. പിന്നെ അതിനുശേഷം നോറയും ശ്രീതുവും തമ്മിലുള്ള കുറച്ച് ഫണ്ണിയായിട്ടുള്ള കുറച്ച് സംസാരമാണ്. അതിൽ നോറ പറയുന്നത് വെച്ചാൽ എന്നെ ഇവിടെ എല്ലാവരും കുറ്റപ്പെടുത്തുകയാണ്, 4ാമത്തെ ദിവസം ഓംലേറ്റ് ഉണ്ടാക്കിയപ്പോൾ ഈ മഞ്ഞക്കരി പൊട്ടി, അതിന്റെ പേരിൽ സിജോ എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു എന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട്. അപ്പൊ സിജോ പറയുന്നതെന്ന് വെച്ചാൽ ആവശ്യമില്ലാത്തവര് ഇറങ്ങി പോകണം എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട്. അപ്പൊ നോറ പറയുന്നത് വെച്ചാൽ ഇറങ്ങി പോകണം, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഇറങ്ങി പോകണം എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട്. നോറ തന്നെ പറയുന്നുണ്ട്, ചേട്ടൻ എന്നോട് ദേഷ്യമൊന്നും ഇല്ലാത്തതാണല്ലോ മറ്റേ കംഫേർട്ട് ഫാബ്രിക് കണ്ടീഷന്റെ ഒരു സ്പോൺസേഡ് ടാസ്ക് നടന്നായിരുന്നു, അതിന് ബെസ്റ്റ് ഒരു ഫ്രണ്ട് എന്ന നിലയ്ക്ക് എന്നെ അല്ലേ തിരഞ്ഞെടുത്തത്, പിന്നീട് എന്തിനാണ് വീണ്ടും എൻ്റെ അടുത്ത് ഇങ്ങനെ കാണിക്കുന്നത് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട്. അപ്പൊ സിജോ തന്നെ പറയുന്നത് വെച്ചാൽ എനിക്ക് പേഴ്സണൽ ഗ്രഡ്ജ് ഒന്നും ഇല്ല, അങ്ങനെ ആരടുത്തും എടുക്കാറുമില്ല, പിന്നെ അതുപോലെ തന്നെ ആ ഒരു രീതിക്കാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട്. അപ്പൊ നോറ പറയുന്നത് വെച്ചാല് സിജോ ചേട്ടാ ഈ നോറ എന്ന് പറയുന്നത് ഭയങ്കര ബ്രില്യന്റ് ആണ്, അതുപോലെ തന്നെ നോറ ഭയങ്കര ടാലന്റഡ് ആണ്, ഇത് ജനങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം എന്നുള്ള രീതിക്കൊക്കെ പുള്ളിക്കാരി വെച്ച് തള്ളുന്നുണ്ട്. നോറ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൺഫെഷൻ റൂമിലേക്ക് ബിഗ് ബോസ് വിളിക്കുന്നുണ്ട്. ബിഗ് ബോസ് വിളിച്ചതിന് ശേഷം കുറച്ചും കൂടെ ഫണ്ണിയാണ് കാര്യം, ബിഗ് ബോസ് ഉൾപ്പെടെ അതിന് ഈ പറയുന്ന നോറയുടെ പെർഫോമൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. അർജുനാണല്ലോ നോറയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ അർജുനാണല്ലോ ഈ നോറയുടെ വേഷം കെട്ടി ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ അത്തരത്തിൽ ബിഗ് ബോസിന്റെ അടുത്തേക്ക് പോകുന്നു. അവിടെ ചെന്നിട്ട് കരച്ചിലും പിടിച്ചിലുമാണ്. അപ്പൊ ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി നോറ,
എന്താണ് പറയാനുള്ളത്? അപ്പോ നോറ പറയുന്നത്, ബിഗ് ബോസ് എന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നു. അപ്പൊ ബിഗ് ബോസ് പറയുന്നുണ്ട്, മികച്ച മത്സരാർത്ഥിയാണ് നോറ, പിന്നെ എന്തിനാണ് കരയുന്നത്? അപ്പൊ നോറ പറയുന്നുണ്ട്, 2 ദിവസം രണ്ടാമത്തെ ദിവസം മഞ്ഞക്കരു പൊട്ടിയതിന്റെ പേരിൽ സിജോ എന്റെ അടുത്ത് ഒരുപാട് വഴക്കിട്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ബിഗ് ബോസ് തന്നെ ചോദിക്കുന്നുണ്ട്, നോറ പറയുന്ന കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. അപ്പൊ നോറ പറയുന്നത്, ഇത് തന്നെയാണ് ബിഗ് ബോസിലുള്ള എല്ലാവരും പറയുന്നത്. എനിക്കും ഒന്നും മനസ്സിലാവുന്നില്ല, നാട്ടുകാർക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അവസാനം പറഞ്ഞു വയ്ക്കുന്നത്, നോറ സുന്ദരിയല്ലേ ബിഗ് ബോസ് എന്നുള്ള രീതിക്ക് ബിഗ് ബോസിനോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ ബിഗ് ബോസ് പറയുന്നത് വെച്ചാല്, ശരിക്കും എന്താണ് നോറയുടെ പ്രശ്നം? അപ്പൊ നോറ പറയുന്നതെന്ന് വെച്ചാല്, ചായയിൽ മധുരം കുറവായത് കൊണ്ട് ലാലേട്ട എൻ്റെ അടുത്ത് വഴക്ക് പറഞ്ഞു, പുറത്തു പോയി തിരികെ വന്നപ്പോൾ എന്നെ എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട്. അവസാനം ബിഗ് ബോസ് ഗതികെട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, കരയാതെ തിരികെ പോകൂ നോറ, പോയി ലിപ്സ്റ്റിക് ഇട്ട് ആത്മവിശ്വാസം കൂട്ടൂ നോറ എന്നുള്ള രീതിക്കൊക്കെ ഫണ്ണിയായിട്ട് പറയുന്നുണ്ട്. അത്യാവശ്യം അടിപൊളിയായിട്ട് തന്നെ ബിഗ് ബോസ് ഉൾപ്പെടെ ആ ഒരു അർജുന്റെ ആ ഒരു പെർഫോമൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല രസമായിരുന്നു. പിന്നീട് ഈ പറയുന്ന പോലെ ഋഷി ആണല്ലോ ജിൻഡോയുടെ വേഷം കിട്ടിയിരിക്കുന്നത്. ജിൻഡോ പറയുന്നുണ്ട്, ഋഷി ഞാൻ ഈ പറയുന്ന ബിഗ് ബോസ് ഹൗസിൽ സത്യസന്ധമായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്, ഞാൻ ഒരിക്കലും കള്ളം പറയാറില്ല എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട്. അപ്പൊ ഋഷി ഈ പറഞ്ഞ കണക്ക് കൂടുതൽ തള്ളേം വേണ്ട എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട്. അപ്പൊ നോറയും പറയുന്നുണ്ട്, സിജോ ചേട്ടാ ഒന്ന് ഇങ്ങോട്ട് വരുമോ, ഒരു ഹെൽപ്പ് ചെയ്യുമോ എന്നുള്ള രീതിയിൽ അടുക്കളയിലോട്ട് വിളിക്കുന്നുണ്ട് സിജോയുടെ ക്യാരക്ടർ ചെയ്യുന്ന ജാസ്മിന. അപ്പോ സിജോ പറയുന്നത് വെച്ചാൽ, എന്താ നോറ എന്നുള്ള രീതിക്ക് ചോദിക്കുന്നുണ്ട്. അപ്പൊ നോറ പറയുന്നുണ്ട്, ഗ്യാസ് തീർന്നു പോയി, വന്നൊന്ന് തീ തുപ്പാമോ എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട്. ഉടനെ തന്നെ സിജോ അടുത്ത് വന്നിട്ട് തീ തുപ്പി കൊടുക്കുന്നുണ്ട്, ഗ്യാസ് ഓൺ ആക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട്, കത്തിച്ചിട്ടുണ്ട്, നീ ഒരു കപ്പ് എടുത്ത് വെച്ചിട്ട് കുറച്ച് കണ്ണീര് എടുത്ത് കപ്പിലോട്ട് ഒഴിച്ചിട്ട് അത് അടുപ്പിലോട്ട് വെച്ചിട്ട് തിളപ്പിക്കാൻ പറയുന്നു. ഏത് നോറ എപ്പോഴും കരച്ചിലാണല്ലോ, അതിനെ വെച്ചിട്ടൊന്ന് താറ്റി വിടുകയാണ് ചെയ്യുന്നത്. അപ്പോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നോറ തന്നെ പറയുന്നുണ്ട്, അഭിഷേക് ശ്രീകുമാർ എപ്പോഴും എൻ്റെ അടുത്ത് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ആ ടൈമിൽ അഭിഷേക് ശ്രീകുമാർ, നോറയാണ് അഭിഷേക് ശ്രീകുമാറിന്റെ വേഷം കെട്ടിയിരിക്കുന്നത്. ആ അഭിഷേക് ശ്രീകുമാർ ഇങ്ങനെ സോഫയിൽ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോ പറയുന്നുണ്ട്, ഇതെന്റെ മൈൻഡ് ഗെയിമാണ്, ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത്, എനിക്കൊന്നും മിണ്ടാൻ പറ്റത്തില്ല എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അഭിഷേക് ശ്രീകുമാർ. സിജോ തന്നെ അപ്പം പറയുന്നത് വെച്ചാല്, അതെ, ജാസ്മിനെ വിളിച്ചിട്ട് ചോദിക്കുക എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട്. നോറ തന്നെ അപ്പൊ പറയുന്നുണ്ട്, ഈ പറയുന്ന ജാസ്മിനെ വിളിക്കുന്നതിന് പകരം ഈ പറയുന്ന കോപ്പയിലെ വേസ്റ്റ് എടുത്ത് ഇടുന്നതാണ് നല്ലത്. കാര്യം എന്ന് വെച്ചാൽ രണ്ടും വേസ്റ്റ് ആണ് എന്നുള്ള രീതിക്ക് നോറ പറയുന്നുണ്ട്. അപ്പൊ സിജോ ചേട്ടന്റെ ഈ പറയുന്ന നിലനിൽപ്പിന് നോറ ആവശ്യമാണ്, ഈ നോറയെ വെച്ചാണ് കണ്ടന്റ് ഉണ്ടാക്കുന്നത് എന്നുള്ള രീതിക്ക് അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട് നോറ. അപ്പൊ ഇത്തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറയുന്ന കൊടുക്കലും വാങ്ങലുകളും ഒക്കെ ആയിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ജാസ്മിന്റെ റോള് കൃത്യമായിട്ട് ജാസ്മിൻ ചെയ്തു, ഈ പറയുന്ന അഭിഷേകിന്റെ റോള് അഭിഷേക് കൃത്യമായിട്ട് ചെയ്തു. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എല്ലാവരും പറയുന്നുണ്ട്. ഇതിനിടയ്ക്ക് വെച്ചിട്ട് തന്നെ വേറെ സംസാരവും നടക്കുന്നുണ്ട്. ഏത് സിജോയും അഭിഷേക് ശ്രീകുമാറും സംസാരിക്കുന്നുണ്ട്. ക്യാരക്ടേഴ്സ് അവര് പറയുന്നതെന്ന് വെച്ചാല്, സിജോ പറയുന്നതെന്ന് വെച്ചാല്, ഞാൻ അർജുനോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നന്ദൂട്ടനും അറിയാം, നന്ദൂട്ടനൊക്കെ പോയത് കൊണ്ട് എന്തെടുത്ത് ഊട്ടുമെന്തോ എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട്. കാര്യം സിജോ പലപ്പോഴും ഈ പറയുന്ന അനിയത്തി സ്നേഹവുമായിട്ട് ബന്ധപ്പെട്ട് നന്ദൂട്ടൻ എന്നാണല്ലോ വിളിക്കുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അവിടെ ഒരു ആക്കല് നടക്കുന്നത്. എന്തായാലും അതും അത്യാവശ്യം നല്ല രീതിയിൽ വർക്കൗട്ട് ആയി എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. എന്തായാലും പൊതുവിൽ നോക്കുമ്പോൾ മൊത്തത്തിൽ കയ്യടി കൊണ്ടുപോയത് നമ്മുടെ അർജുൻ തന്നെയാണെന്ന് തന്നെ പറയാം. പിന്നീട് അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഒരു ജയിൽ നോമിനേഷൻ നടക്കുന്നുണ്ട്. ജയിൽ നോമിനേഷൻ എന്ന് പറയുമ്പോൾ ക്യാരക്ടേഴ്സ് ആയിട്ട് നിന്നുകൊണ്ട് അതില് കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ഓരോരുത്തരും പറഞ്ഞു. അർജുൻ പറഞ്ഞത് ഈ പറയുന്ന ജാസ്മിനെ പറയുന്നുണ്ട്. ജാസ്മിനെ പറയുന്നതിന്റെ കാര്യം എന്ന് വെച്ചാൽ ചായയിൽ തുമ്മിയിട്ടതും ഈ പറയുന്ന അത്തരത്തിലൊക്കെ നിന്നത് കൊണ്ടാണ് പറയുന്നത്. മൊത്തത്തില് നല്ല രസമുണ്ടായിരുന്നു. അവസാനം ബിഗ് ബോസ് തന്നെ എല്ലാരെയും അഭിനന്ദിക്കുന്നുണ്ട്. കാര്യം ഇങ്ങനെ ഒരു ടാസ്ക് അവസാനിപ്പിച്ചോളൂ എന്നുള്ള രീതിക്ക്. കാര്യം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തു, എല്ലാരെയും അഭിനന്ദിക്കുന്നതായിട്ടൊക്കെ കാണാൻ പറ്റും. പിന്നീട് കണ്ടതെന്ന് വെച്ചാല് പുറത്തുനിന്ന് നമ്മുടെ ഉർവശി ആക്ട്രസ് വരുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഉള്ളൊഴുക്ക് എന്ന് പറയുന്ന ഒരു സിനിമയുടെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളിക്കാരി വരുന്നതും
പക്ഷെ അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല്, പുള്ളിക്കാരി വന്ന ടൈമിൽ ഈ ജാസ്മിന്റെ മുടീനെ പറ്റി പറയുന്നുണ്ട്. ജാസ്മിന്റെ മുടി വളരെ മികച്ചതാണ്, അടിപൊളിയാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതാണ്, പുള്ളിക്കാരി എന്താണ് നമ്മുടെ ഉർവശി പറയുന്നതെന്ന് വെച്ചാല്, ജാസ്മിൻ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടോ എന്നുള്ള രീതിക്ക് ചോദിക്കുന്നുണ്ട്. ചോദിക്കുക മാത്രമല്ല, ഇങ്ങനെയാണ് പറയുന്നത്, എന്താണ് ഒരു നാച്ചുറൽ മുഖം നഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ. അത് മാത്രമല്ല, ഉള്ളിലൊരു ഹിഡൻ ഫേസ് ഉള്ളത് പോലെ ഇപ്പൊ തോന്നും. കാര്യം നമ്മളായിട്ട് കാണിക്കുന്നതല്ലേ നല്ലത് എന്നുള്ള രീതിക്കാണ് ഉർവശി പറയുന്നത്. സത്യത്തിൽ ഉർവശിക്ക് അങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ? കാര്യം അത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണല്ലോ. എന്ത് വസ്ത്രം ധരിക്കണം, എന്ത് ശരീരത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ നടത്തണം. ഈ ഉർവശി ഈ പറയുന്ന ഒരു ആക്ട്രസ് ആണ്. പുള്ളിക്കാരി ഈ പറയുന്ന പോലെ മേക്കപ്പ് ഇട്ടായിരിക്കും വന്നിട്ടുള്ളത്, മേക്കപ്പ് ഇട്ട് തന്നെയാണ് അഭിനയിക്കുന്നതും. അപ്പൊ അത്തരത്തിൽ എന്തിനായിരിക്കും ഈ ജാസ്മിന്റെ അടുത്ത് പറഞ്ഞത് എന്ന് നമുക്ക് ആലോചിക്കേണ്ട ഒരു കാര്യം തന്നെയാണല്ലോ. ഒന്നുകിൽ ഈ പറയുന്ന പോലെ ബിഗ് ബോസ് തന്നെ പറഞ്ഞു കാണും, എന്താണ് ജാസ്മിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി, ജാസ്മിനെ ഒന്ന് എന്തെങ്കിലും ഒരു കാര്യം ഒന്ന് പൊക്കി പറയുകയോ അല്ലെങ്കിൽ ജാസ്മിന്റെ അടുത്ത് എന്തെങ്കിലും ഒന്ന് സംസാരിക്കുകയോ ചെയ്യണം. അതിപ്പോ പോസിറ്റീവായിട്ടായാലും നെഗറ്റീവായിട്ടായാലും. അപ്പൊ ചിലപ്പോൾ അതിന്റെ പേരിലായിരിക്കും ലിപ്സ്റ്റിക്കിനെ പറ്റി ചോദിച്ചിട്ടുള്ളത് ജാസ്മിൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ മറ്റൊരു സാഹചര്യം എന്ന് പറയുന്നത്, ചിലപ്പം ബിഗ് ബോസ് തന്നെ പറഞ്ഞു കാണും ഈ ജാസ്മിനെ പറ്റി ഒന്ന് പറയണമെന്ന്. അപ്പോ ചിലപ്പോ ഈ പറയുന്ന ഉർവശിക്ക് അതിനൊരു താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഈ പറയുന്ന ഒരു നെഗറ്റീവ് അർത്ഥത്തിൽ അവളെ ഒന്ന് ചൊറിയാൻ വേണ്ടി സംസാരിച്ചതും ആകാം. അല്ലെങ്കിൽ മറ്റൊരു വിഷയം എന്ന് പറയുന്നത്, ഇപ്പൊ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയാം, അല്ലെങ്കിൽ ബിഗ് ബോസ് ചിലപ്പോ കാണുന്ന ഒരു പ്രേക്ഷകയാണ് ഉർവശിയെങ്കിൽ ചിലപ്പോ ജാസ്മിനെ ഒന്ന് ചൊറിഞ്ഞതും ആകാം. ഉള്ളിൽ കിടക്കുന്ന ഫ്രോഡ് എന്നുള്ള രീതിക്കാണ് സത്യത്തിൽ ആ ഒരു ലിപ്സ്റ്റിക്കിന്റെ സംഗതി പുള്ളിക്കാരി പറഞ്ഞു വെക്കുന്നതെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ചിലപ്പോൾ അതാവും, ചിലപ്പം നോർമലായിട്ട് പറഞ്ഞതും ആവാം. എന്തായാലും പുള്ളിക്കാരി അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. അത്തരത്തിലൊരു ലിപ്സ്റ്റിക് ഇട്ടതിന്റെ പേരിൽ അതൊരു ഉള്ളിലുള്ള ഒരു മറ്റൊരു മുഖമാണ് എന്നൊന്നും പറയേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. അതും ഇത്തരത്തിലൊരു ആക്ട്രസ് സാധാരണക്കാരി അല്ലല്ലോ. ഇപ്പം പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒക്കെ ഇപ്പൊ എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഗതി തന്നെയാണ്. അപ്പൊ ഇതൊരു സ്വന്തം ഇഷ്ടമല്ലേ, സ്വന്തം ബോഡി എന്ന് പറയുന്നത് സ്വന്തം ഇഷ്ടങ്ങളാണല്ലോ അവിടെ ചെയ്യുന്നത്. നമ്മൾ എന്ത് വസ്ത്രം ധരിക്കണം, എന്ത് ഉടുക്കണം, എന്ത് ആഹാരം കഴിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണല്ലോ. അപ്പൊ ഉർവശിക്ക് അത് പറയേണ്ട ആവശ്യമില്ല. എന്തായാലും അതിലൊരു എന്തോ ഒരു സംഗതി തോന്നുന്നുണ്ട്. അതാണ് നമ്മളിവിടെ ഷെയർ ചെയ്തത്. പിന്നീട് നടന്നത് ഒരു സ്പോൺസേർഡ് ടാസ്ക് ആയിരുന്നു. കിച്ചന്റെ ബാഹുബലി എന്ന് പറയുന്നൊരു ടാസ്ക് ആയിരുന്നു. ഈ പറയുന്ന ഹാവൽസിന്റെ മിക്സി ഉപയോഗിച്ച് ജ്യൂസ് അടിക്കുന്ന ഒരു ടാസ്ക് നടന്നതും പിന്നീട് മത്സരാർത്ഥികൾ വിജയിക്കുന്നതായിട്ടൊക്കെ കാണാം. അത് വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കിയില്ല. പിന്നീട് നടന്നൊരു സംഭവം എന്ന് വെച്ചാൽ, അഭിഷേക് ശ്രീകുമാറും ഋഷിയും ജാസ്മിനും ഒക്കെ സംസാരിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ടാസ്ക് എല്ലാം അവസാനിച്ചു കുറച്ചു മുന്നേ. അപ്പൊ അതിനുശേഷം ഇവര് പഴയ ടാസ്കിനെ പറ്റിയൊക്കെ ഉള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ്. അതിൽ ഈ പറയുന്ന പോലെ നോറയുടെ ക്യാരക്ടർ അഭിഷേക് ശ്രീകുമാറിന്റെ ക്യാരക്ടറിന്റെ അടുത്ത് പറയുന്നൊരു കാര്യമാണ്. നോറ പറയുന്നത് ഇങ്ങനെയാണ്, നിനക്ക് ഇനി കുഴപ്പമില്ലല്ലോ, എങ്ങനെ വേണമെങ്കിലും ഗെയിം കളിക്കാം. കാര്യം നീ ഇപ്പം ടോപ്പ് 5 വന്നിട്ടുണ്ടല്ലോ, അപ്പൊ അതുകൊണ്ട് നിനക്ക് ഇനി പേടിക്കണ്ട. എനിക്ക് ഇനിയും ഈ പറയുന്ന എമോഷണൽ ട്രാക്ക് പിടിച്ച് ഡ്രാമ കളിച്ചേ പറ്റുള്ളൂ എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട്. ഇത് ജാസ്മിനാണ് ഈ പറയുന്ന അഭിഷേകിന്റെ അടുത്തും ഋഷിയുടെ അടുത്തും പറയുന്നത്. യഥാർത്ഥത്തിൽ ഇപ്പൊ ടാസ്ക് കഴിഞ്ഞതിന് ശേഷം ജാസ്മിൻ ഇങ്ങനെ പറയാണ്, മറ്റുള്ളവരടുത്ത് പറഞ്ഞ് ഷെയർ ചെയ്യാണ്. പക്ഷെ അവസാനം നമ്മൾ ഈ വീഡിയോയുടെ തുടക്കം പറഞ്ഞൊരു സംഗതി ഉണ്ട്. നോറ സ്കിപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് സങ്കടങ്ങളാണ്, കരച്ചിലുകളാണ് എന്നുള്ള രീതിക്ക്. പക്ഷെ അവസാനം നോറ കരയുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. കാര്യം എന്ന് വെച്ചാൽ അർജുൻ നന്നായിട്ട് പെർഫോം ചെയ്തു എന്ന് ക്യാമറ നോക്കി പറയുന്നുണ്ട്. അത് മാത്രമല്ല, ബിഗ് ബോസ് എന്തിനാണ് എന്നെ ഇങ്ങനെ പുറത്താക്കിയിട്ട് തിരികെ കൊണ്ടുവന്നത് എന്ന് ബിഗ് ബോസിന്റെ അടുത്ത് തന്നെ ചോദിക്കുന്നുണ്ട്. അത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുമോ, ആ ഒരു രീതിക്കൊക്കെ ചോദിക്കുന്നുണ്ട് ക്യാമറയെ നോക്കി. അതുപോലെ തന്നെ ഞാനിവിടെ ഫേക്കായിട്ടല്ല നിൽക്കാൻ നോക്കുന്നത്. ഞാൻ വളരെ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഈ പറയുന്ന ഇന്റൻഷനലി എല്ലാം പ്യൂർ ആയിട്ടാണ് കാണുന്നത്. എല്ലാം ഒരു പ്യൂർ സോളോട് കൂടിയാണ് എല്ലാം നോക്കി കാണുന്നത് എന്നുള്ള രീതിക്ക് പറഞ്ഞ് പുള്ളിക്കാരി കരയുന്നുണ്ട്. വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരി കരയില്ല എന്ന് പറഞ്ഞ, ആ സ്കിപ്പ് അടിക്കും എന്ന് പറഞ്ഞ കാര്യം തന്നെയാണ് ഈ പറയുന്ന ഈ ഒരു 88ാമത്തെ ദിവസം ഏറ്റവും അവസാന നിമിഷങ്ങളിൽ നടന്നത്.
എന്തായാലും ഈ പറയുന്ന 88ാമത്തെ ദിവസം നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ഈ ജാസ്മിന്റെ ഒരു സംഗതി സത്യത്തിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണ്. കാര്യം എന്താണ്, ഉർവശിക്ക് അങ്ങനെ സത്യത്തിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. അത് അത് സത്യത്തിൽ എനിക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ ആയിപ്പോയി. ഇങ്ങനെ ഒരു പ്രൊമോഷൻ പരിപാടിക്ക് വന്നിട്ട് അവിടെ ബിഗ് ബോസിന്റെ ഉള്ളിൽ തന്നെ ഉള്ള ഒരു കണ്ടസ്റ്റന്റിനെ ഒരു നെഗറ്റീവായിട്ട് പറയുന്ന കണക്കാണ് എനിക്ക് തോന്നിയത്. അത് പർപ്പസ്ഫുള്ളി ആണോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഉദ്ദേശം വെച്ചിട്ടാണോ ഒന്നും അറിയത്തില്ല. എന്തായാലും ഇതൊക്കെ തന്നെയാണ് ഈ 88ാമത്തെ ദിവസം നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. ബൈ ബൈ.